കേരളത്തിന് മൂന്നാമത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ അനുവദിച്ചു. എറണാകുളത്ത് നിന്ന് തൃശൂർ, പാലക്കാട് വഴി ബാംഗ്ലൂരിലേക്കാണ് പുതിയ വന്ദേ ഭാരത് സർവീസ് നടത്തുക. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് തന്റെ എക്സ് പേജിലൂടെയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. നവംബർ പകുതിയോടെ സർവീസ് ആരംഭിക്കും. കേന്ദ്ര റെയിൽ മന്ത്രിയുമായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നടത്തിയ ഓൺലൈൻ യോഗത്തിലാണ് ഇതു സംബന്ധിച്ച തീരുമാനം ഉണ്ടായത്. കേരളത്തിന് മൂന്നാമത് വന്ദേ ഭാരത് അനുവദിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി പറഞ്ഞുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് പുതിയ വന്ദേ ഭാരത് അനുവദിച്ച കാര്യം രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കിയത്. നിരവധി മലയാളികൾ താമസിക്കുന്ന ബാംഗ്ലൂരിലേക്ക് വന്ദേ ഭാരത് ട്രെയിൻ എന്നത് ദീർഘനാളായി കേരളം ആവശ്യപ്പെട്ടിരുന്നു. പരിമിതമായ ട്രെയിൻ സർവീസുകൾ മാത്രമാണ് നിലവിൽ കേരളത്തിൽ നിന്ന് ബാംഗ്ലൂരിലേക്കുള്ളത്. ഉത്സവ സീസണിലും വിശേഷ ദിവസങ്ങളിലും ഈ റൂട്ടിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പലപ്പോഴും ഉത്സവ സീസണുകളിൽ ടിക്കറ്റ് കിട്ടാറില്ലെന്നും പരാതികൾ ഉണ്ടായിരുന്നു. മാത്രമല്ല, മറ്റ് ഗതാഗത മാർഗങ്ങൾ തേടുന്നവർക്ക് അമിത യാത്രാക്കൂലിയും നൽകേണ്ടി വരുന്നുണ്ട്. പുതിയ വന്ദേ ഭാരത് സർവീസ് ബാംഗ്ലൂർ മലയാളികളെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരമായിരിക്കും. നിലവിൽ തിരുവനന്തപുരം മംഗലാപുരം പാതയിലാണ് കേരളത്തിൽ നിന്നും വന്ദേ ഭാരത് ട്രെയിനുകൾ സർവീസ് നടത്തുന്നത്. കോട്ടയം വഴിയുള്ള വന്ദേ ഭാരത് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെയും ആലപ്പുഴ വഴിയുള്ള ട്രെയിൻ മംഗലാപുരം വരെയുമാണ് സർവീസ് നടത്തുന്നത്. അതേസമയം ഇതു സംബന്ധിച്ച ഔദ്യോഗിക അറിയിപ്പുകൾ ദക്ഷിണ റെയിൽവേക്ക് ലഭിക്കാൻ കുറച്ചുകൂടി സമയമെടുക്കുമെന്നാണ് വിവരം. ട്രെയിൻ സർവീസ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൂടി കണക്കിലെടുത്താവും നടപടിക്രമങ്ങൾ പുരോഗമിക്കുക. നിലവിലെ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ച ശേഷമാകും വന്ദേ ഭാരതിന്റെ സമയക്രമം അടക്കം തീരുമാനിക്കുക. പാലക്കാട് മുതൽ കോയമ്പത്തൂർ വരെയുള്ള ഭാഗങ്ങളിൽ രാത്രിയിൽ വേഗത നിയന്ത്രണമുണ്ട്. ഇത് വന്ദേ ഭാരത് സർവീസ് നടത്തുന്നതിന് തടസ്സമായി നിൽക്കുകയായിരുന്നു. ഈ സാഹചര്യത്തിൽ വൈകിട്ട് 6 മണിക്ക് മുമ്പ് ഈ ഭാഗം കടക്കേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ വെളുപ്പിനെ ബാംഗ്ലൂരിൽ നിന്ന് പുറപ്പെട്ട് ഉച്ചയോടെ കൊച്ചിയിലെത്തി അപ്പോൾ തന്നെ മടങ്ങുന്ന രീതിയിൽ ക്രമീകരിക്കാൻ മാത്രമേ 6 മണിക്ക് മുമ്പ് വേഗത നിയന്ത്രിക്കുന്ന ഭാഗം കടക്കാൻ കഴിയുകയുള്ളൂ. ഇക്കാര്യങ്ങൾ കൂടി തീരുമാനിച്ച ശേഷമാകും സമയക്രമം വ്യക്തമാക്കുകയുള്ളൂ എന്ന് റെയിൽവേ വൃത്തങ്ങൾ വ്യക്തമാക്കി.